ഒരു ഗ്രാമത്തിന്റെ അതിരിലെ ചെറിയ കുടിലിൽ ചന്ദ്രൻ എന്ന ദരിദ്രനായ മരംവെട്ടുകാരൻ ജീവിച്ചു. ജീവിതത്തിൽ ഒന്നും അധികമില്ലായിരുന്നു, പക്ഷേ പരാതികളും ഇല്ലായിരുന്നു. പ്രതിദിനം കാട്ടിലേക്ക് പോകും. അമ്മയുടെ വിശപ്പാണ് അവന്റെ ഏക ഭയം. ഒരു ദിവസം കാടിന്റെ ആഴത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത പഴയ ഒരു ശിവലിംഗം അവന്റെ കണ്ണിൽപ്പെട്ടു. അവനൊന്നും അറിഞ്ഞില്ല, മന്ത്രവും ശാസ്ത്രവുമില്ല. എന്നാലും ഹൃദയം അവനെ അവിടെയിരുത്തി. അന്നവൻ പറഞ്ഞു, ഭഗവാനെ, ഒന്നും വേണ്ട, ഇന്നെന്റെ ജോലി തെറ്റില്ലാതെ നടക്കട്ടെ. അറിയാത്ത പ്രാർത്ഥന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയായിരിക്കും. നിശബ്ദമായ മാറ്റങ്ങൾ. ദിവസങ്ങൾ കടന്നു. ചന്ദ്രൻ ഓരോ ദിവസവും ശിവലിംഗത്തിനു മുന്നിലെത്തി. ചിലപ്പോൾ പൂവ്, ചിലപ്പോൾ ഇല, അല്ലെങ്കിൽ ഒരു നിമിഷം നിശബ്ദം. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല, ധനം വന്നില്ല. പക്ഷേ അവന്റെ ഉള്ളിൽ കോപം കുറഞ്ഞു, ഭയം മാറി, ദുഃഖങ്ങൾ പോലും ശാന്തമായി. അവൻ മനസ്സിലാക്കി, ശിവൻ ആദ്യം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും. പരീക്ഷയുടെ ദിവസം. ഒരു ദിവസം കാട്ടിൽ വലിയ കൊടുങ്കാറ്റ്. മറ്റുള്ളവർ ലാഭത്തിനായി വലിയ മരങ്ങൾ വെട്ടാൻ പോയി. ചന്ദ്രൻ മാത്രം ശിവലിംഗത്തിനു മുന്നിൽ നിന്ന് പറഞ്ഞു, ഇന്നെന്തോ ശരിയല്ല, എനിക്ക് സുരക്ഷ മാത്രം മതി. അവൻ ആഴത്തിലേക്ക് പോയില്ല. അന്നേ ദിവസം വലിയ അപകടം. പലർക്കും ജീവൻ നഷ്ടമായി. ചന്ദ്രൻ മാത്രം രക്ഷപ്പെട്ടു. നീ ചോദിക്കാത്തപ്പോൾ പോലും നിനക്കായി ശിവൻ തീരുമാനങ്ങളെടുക്കും. നിശബ്ദാനുഗ്രഹം. അന്ന് രാത്രി ചന്ദ്രൻ കരഞ്ഞു. നീ എനിക്ക് ഒന്നും തന്നില്ലെന്ന് ഞാൻ കരുതി, പക്ഷേ നീ എന്നെ രക്ഷിച്ചു. അവൻ മനസ്സിലാക്കി, ശിവൻ സമ്പത്ത് നൽകില്ലെന്നല്ല, പക്ഷേ ആവശ്യമില്ലാത്തതിൽ നിന്ന് നമ്മെ അകറ്റും. അന്നുമുതൽ ചന്ദ്രന്റെ ജീവിതം ധന്യമാക്കി. അവൻ പറഞ്ഞു, വലിയ പൂജകൾ വേണ്ട, ശുദ്ധമായ ഹൃദയം മതി. ശിവൻ നിശബ്ദനാണ്, പക്ഷേ അവൻ ഉറങ്ങുന്നില്ല. ഭഗവാന്റെ കൂടുതൽ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓം നമഃ ശിവായ എന്ന് കമന്റ് ചെയ്യുക.